നമസ്കാരം. ഇന്നലെയും ഇന്നും വീഡിയോകളൊന്നും ചെയ്യണ്ട എന്നതായിരുന്നു എൻ്റെ തീരുമാനം. അതിന് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേ ആയിരുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഞാൻ അമേരിക്കയിൽ സന്ദർശനത്തിലാണ്. വലിയ തിരക്കേറിയ ദിവസമായിരുന്നു. ഹൂസ്റ്റൺ എന്ന നഗരത്തിൽ വലിയ ഒരു സ്വീകരണ പരിപാടി ഉണ്ടായിരുന്നു, ഒരു പുരസ്കാര സമർപ്പണം. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അത് കഴിയുമ്പോൾ അമേരിക്കൻ സമയം തന്നെ വളരെ വൈകുകയാണ്. ഇന്ത്യൻ സമയം പിറ്റേ ദിവസമായിരിക്കുന്നു. അവിടെ നിന്നും ഡാളസ് എന്ന സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്ത് സുഹൃത്തുക്കളോടൊപ്പം, എൻ്റെ സുഹൃത്ത് സണ്ണി മാളിയേക്കൽ ഡാളസിൽ നിന്ന് എത്തിയിരുന്നു. സണ്ണിയും സുഹൃത്തുക്കളും ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഡാളസിലേക്ക് എത്തുമ്പോൾ അമേരിക്കൻ സമയം രാവിലെ 5:30 മണിയായി. ആലോചിച്ച് നോക്കുക, എത്രമാത്രം വൈകിയാണ് നടന്നത്. പിന്നീട് പള്ളിയിൽ പോവേണ്ടി വന്നു. വലിയ പരിപാടിയായിരുന്നു ഹൂസ്റ്റണിൽ നടന്നത്. ഈ ആഘോഷത്തിനിടയിൽ വാർത്ത ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഒരു സംഭവമുണ്ടായി. ക്രിക്കറ്റ് നടക്കുകയാണ്, ലോകകപ്പ് ഫൈനൽ നടക്കുകയാണ്. ഇടവേളകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. രാവിലെ ഡാളസിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പി ചെറിയാൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ നടക്കുകയാണ്. ഇന്ത്യയുടെ സ്കോർ 255 റൺസാണ്. 2020 255 റൺസ് എന്ന് പറഞ്ഞാൽ പിന്നെ വിജയമുറപ്പാണ്. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ന്യൂസിലൻഡ് ആദ്യം തന്നെ പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റ് നഷ്ടപ്പെട്ട് നാറി നശിച്ചു നിൽക്കുകയാണ്. വിജയം ഉറപ്പായിരുന്നു. അതെ, ഇന്ത്യ അഭിമാനത്തോടുകൂടി ആ കപ്പ് സ്വന്തമാക്കി. ലോക ചരിത്രത്തിൽ 2020 എന്ന ലോകകപ്പ് ചരിത്രത്തിൽ 3 തവണ ആ കിരീടം കരസ്ഥമാക്കുന്ന ആദ്യ രാജ്യമായി മാറി ഇന്ത്യ. വിൻഡീസിനും ഇംഗ്ലണ്ടിനും ഒപ്പം ഇന്ത്യ 2 കിരീടം ഇതിനു മുമ്പ് നേടിയിരുന്നു. ഇപ്പോഴിതാ വിൻഡീസിനെയും ഇംഗ്ലണ്ടിനെയും മാറ്റി നിർത്തിക്കൊണ്ട് 3 കിരീടം നേടുന്ന ഏക രാജ്യമായി ഇന്ത്യ മാറി. മാത്രമല്ല, ഒരു ലോകകപ്പ് കിരീടം നിലനിർത്തുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ തവണയും നമ്മളാണ് നേടിയത്. അതുമാത്രമല്ല, ഹോം ഗ്രൗണ്ടിൽ വിജയിക്കുക എന്ന ഒരു അത്ഭുതം കൂടി ഉണ്ടായി. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത്, ഇന്ത്യക്ക് എക്കാലത്തും ഒരു ഞായറാഴ്ച ശാപമുണ്ടായിരുന്നു. ഞായറാഴ്ചയാണ് നമ്മുടെ ഫൈനലെങ്കിൽ നമ്മൾ മത്സരിച്ച് ജയിക്കാത്തൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഫൈനലിൽ നമ്മൾ തോറ്റുപോകുന്നൊരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തെയാണ് ഇന്നലെ ഇന്ത്യ തോൽപ്പിച്ചത്. ആ ശാപം മാറിപ്പോയിരിക്കുന്നു. ഞായറാഴ്ച നടന്ന പല കളികളിലും നമ്മൾ തോൽക്കുന്നു. നമ്മൾ നേടിയ കളികളൊക്കെ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെയാണ്. അതുകൊണ്ട് ഞായറാഴ്ച നടന്നാൽ ഇന്ത്യ തോൽക്കും എന്നൊരു വിശ്വാസം പലർക്കും ഉണ്ടായിരുന്നു. ആ വിശ്വാസവും ഇന്നലെ എടുത്ത് പമ്പയിൽ എറിഞ്ഞു എന്ന് പറയാം. കാരണം ഞായറാഴ്ച നമ്മൾ വിജയിച്ചിരിക്കുന്നു. ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം ഈ നേട്ടത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പോയിരിക്കുന്നത് നമ്മുടെ സഞ്ജു സാംസണാണ്. ആലോചിച്ച് നോക്കൂ, ബൈബിളിലൊരു വാക്കുണ്ട്, ഉപേക്ഷിക്കപ്പെട്ട കല്ല് മൂലക്കല്ല എന്ന്. അതാണ് സഞ്ജുവിൻ്റെ അവസ്ഥ. സഞ്ജുവിനെ ആർക്ക് വേണം എന്നായിരുന്നു ക്രിക്കറ്റ് ടീമിലെ പല പ്രമുഖരുടെയും ചോദ്യം. സഞ്ജു വാസ്തവത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നത് സത്യമാണ്. നമുക്കറിയാം ന്യൂസിലൻഡ് ടെസ്റ്റിൽ സംഭവിച്ചത് എന്താണെന്ന്. എന്നിരുന്നാലും സഞ്ജുവിനെ പരീക്ഷിച്ചു നോക്കൂ, അവനൊരു പ്രതിഭാധനനാണ് എന്ന് പറഞ്ഞവർക്ക് മനസ്സിലാവുമായിരുന്നില്ല സഞ്ജുവിൻ്റെ വില. എന്നാൽ സഞ്ജു എന്ന വലം കയ്യൻ ബാറ്റ്സ്മാൻ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നപ്പോൾ സഞ്ജുവിനെ ഇറക്കി പരീക്ഷിച്ചതാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും നിർണായകമായി മാറിയത് നമ്മുടെ സഞ്ജുക്കുട്ടനാണ്. ആലോചിച്ച് നോക്കൂ, ഇക്കുറി കളിച്ചത് 5 കളികളിലാണ്. ഈ 5 കളികളിലൂടെ സഞ്ജു നേടിയത് 321 റൺസാണ്. അതും 3 അർദ്ധ സെഞ്ചുറിയോടെ. ഈ അർദ്ധ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 89, 89 രണ്ടെണ്ണം, 97 ആദ്യം. എന്ന് വെച്ചാൽ സെഞ്ചുറിയുടെ തൊട്ടടുത്ത് വരെ എത്തി. ആ സെഞ്ചുറിക്കൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. ആ ഡെഡിക്കേഷനിൽ സഞ്ജു നേടിയെടുത്തു. ഞാൻ ഇതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നോക്കും. അപ്പോൾ യുദ്ധമടക്കം ഒരുപാട് കാര്യങ്ങളുണ്ട്. മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ട്. മമ്മൂട്ടി വയനാട് ജില്ലാ സെക്രട്ടറി, CPM ജില്ലാ സെക്രട്ടറി അപമാനിച്ചു എന്ന തരത്തിൽ പ്രചരണം നടക്കുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടി ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ് സൃഷ്ടിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സഞ്ജു എന്ന ട്രെൻഡ് രൂപപ്പെട്ടു പോയി. ഇവിടെ ഇറാൻ UAE മേൽ ആക്രമിക്കുന്നതും ആർക്കും വിഷയമല്ല. അല്ലെങ്കിൽ മമ്മൂട്ടിയെ അപമാനിക്കാൻ രംഗത്തിറങ്ങിയവർക്കൊരു വിഷയമല്ല. മമ്മൂട്ടി സത്യം പറഞ്ഞു, മമ്മൂട്ടിയെ ഓടിച്ചിട്ട് അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്നും വിഷയമല്ല. വിഷയം സഞ്ജുവിൻ്റെ അസാധാരണമായ നേട്ടമാണ്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ മലയാളികൾ ഇത്രയേറെ അഭിമാനത്തോടു കൂടി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മൾ അഭിമാനിച്ച നിമിഷം അപൂർവമാണ്. ഈ സഞ്ജുവാണ് മാൻ ഓഫ് ദി ടൂർണമെൻ്റ് എന്ന് ഓർക്കണം. അതായത് ഇന്ത്യ ലോകകപ്പ് നേടുമ്പോൾ ആ ലോകകപ്പിനെ നയിച്ചത്, നിയന്ത്രിച്ചത് നമ്മുടെ സഞ്ജുവാണ്.
സഞ്ജു സാംസൺ എന്ന ഒരു കൊച്ചു പയ്യൻ കടുത്ത വിശ്വാസിയായ, എന്നാൽ ഒരു ഓളവും വെക്കാതെ ഇതിനെ കൈകാര്യം ചെയ്യുന്ന, നമ്മളെപ്പോഴും ഇവിടെ ഒരു കാര്യം പരിഗണിക്കേണ്ടതുണ്ട്. സഞ്ജുവും ശ്രീശാന്തും, ഇതിനു മുമ്പ് നമുക്ക് സഞ്ജുവിന് മുമ്പ് നമ്മൾ ആഘോഷിച്ച ക്രിക്കറ്റ് താരം ശ്രീശാന്താണ്. ടിനു യോഹനാൻ അടക്കമുള്ളവർക്ക് കച്ചി തൊടാൻ കഴിഞ്ഞില്ല. ശ്രീശാന്ത് പ്രതിഭാധനനായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ശ്രീശാന്തിനെ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? മലയാളിയുടെ ഒരു പ്രത്യേകത, സിനിമക്കാരൊഴികെ ബാക്കി ആരും അഹങ്കരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. സിനിമക്കാർ അഹങ്കരിക്കാൻ ആളുകൾ വിടും. അവർക്കൊരു താരപരിവേഷമുണ്ട്. അവരെത്ര ജാട കാണിച്ചാലും മനുഷ്യർ ക്ഷമിക്കും. പക്ഷേ ബാക്കി ആരും, രാഷ്ട്രീയക്കാരനാവട്ടെ, ക്രിക്കറ്റുകാരനാവട്ടെ, അത്ലറ്റാവട്ടെ, ആരും അഹങ്കരിക്കുന്നത് മലയാളിക്ക് ഇഷ്ടമല്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം അതാണ്, ധാർഷ്ട്യം. ഇതായിരുന്നു ശ്രീശാന്തിൻ്റെ കുഴപ്പം. ശ്രീശാന്ത് വലിയ ദേഷ്യക്കാരനായിരുന്നു. ശ്രീശാന്തിനോട് നമുക്കൊരു ഇഷ്ടം തോന്നണമെങ്കിൽ കളിയിൽ മാത്രമേ നമുക്ക് ഇഷ്ടം തോന്നൂ. അതിനപ്പുറത്തേക്ക് ശ്രീശാന്തിൻ്റെ മുൻചുണ്ടിയും അഹങ്കാരി എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള സമീപനമൊക്കെ നമ്മളെ ആശങ്കപ്പെടുത്തി. എന്നാൽ സഞ്ജുവിനെ നോക്കൂ, സോഫ്റ്റ് സ്പോക്കൺ, വളരെ മൃദുവായേ സംസാരിക്കൂ, ആരെയും കുറ്റപ്പെടുത്തില്ല, വേദന ഉള്ളിൽ ഒതുക്കുമ്പോഴും പുഞ്ചിരിക്കത്തേ ഉള്ളൂ, വളരെ എളിമയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. സഞ്ജു ഒന്നുമല്ലാത്തിരുന്നപ്പോഴും നമ്മൾ സഞ്ജുവിന് വേണ്ടി ബഹളം വെച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴിതാ സഞ്ജു ഇന്ത്യയുടെ അഭിമാനമായിരിക്കുന്നു, ഇന്ത്യയുടെ വിജയത്തിൻ്റെ ശില്പിയായിരിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിനെ നെറുകയിലേക്ക് ഉയർത്തിയ ഒരു മഹാസംഭവമായിരിക്കുന്നു. അപ്പോഴും നമ്മൾ സഞ്ജുവിനെ നെഞ്ചോട് ചേർക്കുന്നത് സഞ്ജു പാവത്താനായതുകൊണ്ട്, നന്നായി കളിക്കുന്നത് കൊണ്ട് മാത്രമല്ല, സഞ്ജു ഒരു പാവത്താനാണ്. നമുക്ക് സഞ്ജുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല. ഞാൻ നോക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ വി ഡി സതീശൻ വരെ സകല രാഷ്ട്രീയക്കാരും, സകല മതനേതാക്കളും, സകല മനുഷ്യരും, മമ്മൂട്ടി, മോഹൻലാൽ, സകല സെലിബ്രിറ്റികളും സഞ്ജുവിനെ ആഘോഷിക്കുന്നു. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മൾ മറ്റൊരാളെയും ഇങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടാവില്ല. ആഘോഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ മിടുക്കരാണ്. പക്ഷെ സഞ്ജുവിനെ ആഘോഷിച്ചതുപോലെ നമ്മൾ മറ്റാരെയും ആഘോഷിച്ചിട്ടുണ്ടാവില്ല. അത്ര വിസ്മയകരമായിരുന്നു സഞ്ജുവിൻ്റെ പ്രകടനം. സഞ്ജു ആണ് ഇന്ത്യയുടെ അഭിമാനമുയർത്തിയത്. സഞ്ജു ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ഫൈനലിൽ എത്താൻ കഴിയുമായിരുന്നില്ല. ആ സെമി ഫൈനൽ നമുക്കറിയാം. ആ സെമി ഫൈനൽ നെഞ്ചിടിപ്പോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ആ സെമി ഫൈനലിൻ്റെ തനി ആവർത്തനമായി ഇവിടെ ബൂംറയും കൂടി ചേർന്നപ്പോൾ, ബൂംറയുടെ ബൗളിംഗ് കൂടി ചേർന്നപ്പോൾ ഇന്ത്യ കിരീടം ഉറപ്പിച്ചു. അസാധാരണമായ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ നടന്നു കയറി. ഓർക്കുക, ഇത്രയും അഭിമാനകരമായൊരു നിമിഷം നമുക്ക് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് മലയാളിക്ക്. നമ്മുടെ ക്രിക്കറ്റ് ടീമിൽ വടക്കേ ഇന്ത്യൻ ലോബിയുടെ നിയന്ത്രണത്തിലാണ് ക്രിക്കറ്റ് സംഘം. ക്രിക്കറ്റ് ടീമിൽ നമ്മൾ നാമമാത്രമാണ്. ഇത്രയും അധികം ആളുകളുള്ള ഈ നാട്ടിൽ നിന്ന് ഇതിനു മുമ്പ് ഒരു ശ്രീശാന്തിൻ്റെ പേര് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. സഞ്ജു തഴയപ്പെടുകയായിരുന്നു. എന്നിട്ട് ഇതാ സഞ്ജു മൂലക്കല്ലായി മാറുന്നു. സഞ്ജുവില്ലാത്ത ഒരു ക്രിക്കറ്റ് ടീം ഇനി ഉണ്ടാവില്ല എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. സഞ്ജു പറഞ്ഞത് എന്താണ്? ഞാൻ ഈ നേട്ടം കൊടുക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കർക്കാണ്. സച്ചിൻ സാറുമായി ഞാൻ സംസാരിക്കുമായിരുന്നു എൻ്റെ സംഘർഷങ്ങളെ മറികടക്കാൻ, ഓരോ സാഹചര്യത്തെയും കൈകാര്യം ചെയ്യാൻ, എങ്ങനെയാണ് ഒരു പ്രതിസന്ധിയെ അത് റണ്ണായി മാറ്റുക, ഇതിനൊക്കെ ഞാൻ സഹായം തേടിയിരുന്നത് സച്ചിൻ സാറിനോടാണ്. എപ്പോഴും വിളിക്കുമായിരുന്നു, ചോദിക്കുമായിരുന്നു, പറയുമായിരുന്നു, സഹായിക്കുമായിരുന്നു. ഈ വിനയമുണ്ടല്ലോ, നേട്ടം തൻ്റേതല്ല, അത് സച്ചിൻ്റെ ഉപദേശപ്രകാരം സച്ചിൻ പറഞ്ഞത് കേട്ടതുകൊണ്ട് കിട്ടിയതാണ് എന്ന് തുറന്നു സമ്മതിക്കുന്ന ആ നേട്ടമുണ്ടല്ലോ, ഒന്നിനോടും അഹങ്കാരമില്ലാത്ത, ഒന്നിനോടും അമിതമായി ഇഷ്ടമില്ലാത്ത ആ ഒരു മനോഭാവമുണ്ടല്ലോ, അതാണ് നമ്മളെ അതിശയിപ്പിച്ചതും നമ്മളെ ആവേശം കൊള്ളിച്ചതും. കഴിഞ്ഞ തവണ ഞാൻ ചെയ്തതുപോലെ തന്നെ സന്ദീപ് ദാസ് എഴുതിയ കുറിപ്പ് വായിക്കാം, അതോടുകൂടി ഇത് പൂർത്തിയാവും. ഐ വുഡിൻ മൈൻഡ് ബ്രേക്കിംഗ് എ ഫ്യൂ ഹേഴ്സ് ടു ലിഫ്റ്റ് ദി ട്രോഫി ഫോർ വൺസ്. 2020 കപ്പ് ഫൈനൽ മുൻപുള്ള പത്രസമ്മേളനത്തിൽ ന്യൂസിലൻഡ് നായകനായ മിച്ചൽ സാൻസൺ പറഞ്ഞ വരികളാണിത്. അപ്പോൾ എന്തായിരുന്നു അയാളുടെ മനസ്സിൽ? 2023 ഏകദിന ലോകകപ്പ് കലാശ പോരാട്ടത്തിന് മുമ്പ് ഓസ്ട്രേലിയൻ നായകനായ പാറ്റ് കമ്മിൻസ് സമാനമായ വാക്കുകൾ ഉച്ചരിച്ചിരുന്നു. കങ്കാരുപ്പട കിരീടവുമായി മടങ്ങുകയും ചെയ്തു. ചരിത്രം ആവർത്തിക്കാമെന്നാണ് സാൻസർ കണക്കുകൂട്ടിയത്. എന്നാൽ കിവി സ്കിപ്പർ ഒരു കാര്യം മറന്നു. 2023 ഫൈനലിൽ സ്ഥാനം നിഷേധിക്കപ്പെട്ട ഒരു കളിക്കാരൻ ഇത്തവണ ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. അവന് ബൈബിളിലെ വീരയോദ്ധാവിൻ്റെ പേരായിരുന്നു. വെറും കൈകൊണ്ട് ഒരു സിംഹത്തിൻ്റെ കഥ കഴിച്ച സാംസൺ, സഞ്ജു വിശ്വനാഥ് സാംസൺ. അഹമ്മദാബാദിലെ ആകാശത്തിൽ പറന്നുല്ലസിക്കാനാണ് കീവികൾ മോഹിച്ചത്. പക്ഷെ അവരെ കടിച്ചു കീറിയ സഞ്ജു ഇന്ത്യയുടെ തുടർച്ചയായി 2ാം ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ഞാൻ വെറുതെ ആലോചിച്ചു നോക്കുകയായിരുന്നു. സഞ്ജു കാഴ്ചവെച്ച ബാറ്റിംഗ് വിസ്മയം ഇന്ത്യയുടെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികവുറ്റതല്ലേ?
2007-ലെയും 2011-ലെയും ഇന്ത്യയുടെ ലോകകപ്പ് വിജയങ്ങൾ നിർണായക പങ്കുവഹിച്ചത് യുവരാജ് സിംഗ് ആയിരുന്നു. പക്ഷേ 2007-ലെ ഫൈനലിലും 2011-ലെ സെമി ഫൈനലിലും യുവിക്ക് ബാറ്റ് കൊണ്ട് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. 1983-ലെ ലോകകപ്പ് ഹീറോ മുഹീന്ദർ അമർനാഥ് ആയിരുന്നു. സെമി ഫൈനലിലും ഫൈനലിലും അദ്ദേഹം മിന്നിത്തിളങ്ങി. എന്നാൽ മറ്റുള്ള മാച്ചുകളിൽ അമർനാഥ് വലിയ മാച്ച് വിന്നിങ്സ് ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിരുന്നില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് കരീബിയൻ ദ്വീപുകളിൽ വെച്ച് ഇന്ത്യ ജയിച്ച ലോകകപ്പിലും ഇതേ മാതൃക കാണാം. ഓസീസിനെതിരായ നിർണായക മത്സരത്തിലും സെമി ഫൈനലിൽ രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്നും റൺ ഒഴുകി. ഫൈനലിൽ വിരാട് കോഹ്ലി രക്ഷകനായി അവതരിക്കുകയും ചെയ്തു. ഇവിടെയാണ് സഞ്ജുവിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. തുടർച്ചയായി 3 നോക്കൌട്ട് മത്സരങ്ങളിൽ ടോപ്പ് സ്കോറർ. സ്ഥിരതയില്ല എന്ന് പരിഹസിക്കപ്പെട്ടിരുന്ന സഞ്ജു സ്ഥിരതയുടെ പര്യായമായി മാറിയ കാഴ്ച. രൺബീർ സിംഗ് നായകനായി അഭിനയിച്ച 83 എന്ന സിനിമ പറഞ്ഞത് 1983-ലെ ലോകകപ്പ് വിജയത്തിൻ്റെ കഥയാണ്. അതിൽ ശ്രദ്ധേയമായ രംഗമുണ്ട്. ഇന്ത്യൻ ടീമിലെ ഒരാൾ വെസ്റ്റ് ഇൻഡീസ് ഫാസ്റ്റ് ബൗളർമാരുടെ ഭീകരതയെക്കുറിച്ച് കൂട്ടുകാരോട് വർണ്ണിക്കുന്നു. കൃഷ്ണമാചാരി ശ്രീകാന്തിനെ അവതരിപ്പിച്ച നടനായ ജീവ പറയുന്നു, ഒന്ന് നിർത്താമോ, ഇതെന്താ ഹൊറർ സിനിമയോ? ന്യൂസിലൻഡ് ബൗളർമാർക്കെതിരെയുള്ള സഞ്ജുവിൻ്റെ റെക്കോർഡുകൾ ഫൈനലിന് മുമ്പ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. വായിച്ചാൽ അതും ഒരു ഹൊറർ സിനിമ പോലെ അനുഭവപ്പെടുമായിരുന്നു. കേവലം 10 പന്തുകൾക്കിടെ സാന്നർ സഞ്ജുവിനെ 3 തവണ പുറത്താക്കിയിരിക്കുന്നു. മാറ്റ് ഹെൻറിക്കും ലോക്കറി ഫെർഗൂസിനും ജെയിംസ് നീഷത്തിനും സഞ്ജുവിനെ 2 തവണ കീഴടക്കിയതിന് ഓർമ്മകളുണ്ടായിരുന്നു. ഈ 4 ബോളർമാർക്കുമെതിരെയുള്ള സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ആവറേജ് കേവലം 10 റൺസായിരുന്നു. പക്ഷേ ഫൈനലിൽ ഇവരെയെല്ലാം സഞ്ജു അരിഞ്ഞു തള്ളി. അയാൾ സിംഹഹൃദയനായിരുന്നു. ആദ്യ ഓവറിൽ ഹെൻറി സഞ്ജുവിനെതിരെ 4 ഡോട്ട് ബോളുകൾ എറിഞ്ഞു. പക്ഷേ 5-ാമത്തെ പന്ത് മിഡ് ഓണിന് മുകളിലൂടെ അദൃശ്യമായി. നിഷാം സഞ്ജുവിനെതിരെ ഒരു ഗംഭീര യോർക്കർ പായിച്ചതാണ്. സഞ്ജു അതിനെ ബൗണ്ടറിയിലേക്ക് പറഞ്ഞയച്ചത് കണ്ട് ലോകം തരിച്ചു നിന്നു. ഈ ലോകകപ്പിലെ ടോപ്പ് വിക്കറ്റ് ടോക്കർമാർ പട്ടികയിൽ 5-ാം സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ് രച്ചിൻ രവീന്ദ്ര. അയാളുടെ 3 പന്തുകളാണ് സഞ്ജു തുടരെ അടിച്ചു പുറത്തിട്ടത്. ഇടിക്കൂട്ടിലെ ഇതിഹാസമായിരുന്ന മുഹമ്മദ് അലിയോട് ഏറ്റുമുട്ടിയതിനു ശേഷം ജോ ബഗ്നർ എന്ന ബോക്സർ പറഞ്ഞിരുന്നു, ആദ്യം ഞാൻ നല്ലൊരു പഞ്ച് അലിക്ക് നൽകി. അദ്ദേഹം അതിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ അതിശക്തമായ 4 ഇടികളാണ് എൻ്റെ മുഖത്ത് വന്ന് വീണത്. അലിയുടെ വേഗതയും ടൈമിങ്ങും അസാധാരണമായിരുന്നു. മൊട്ടേരിയിലെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് മുഹമ്മദ് അലിയുടെ ബോക്സിംഗ് പോലെയായിരുന്നു. കീവികളുടെ പഞ്ചുകൾക്കെല്ലാം അതിശക്തമായ കൗണ്ടർ പഞ്ചുകളുണ്ടായി. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന T20 ഗെയിമിൽ സഞ്ജുവിനെ വീഴ്ത്തിയത് ഫെർഗൂസൺ ആയിരുന്നു. അന്നാണ് സഞ്ജുവിനെ കീപ്പിംഗ് ഗ്ലൗസും ടീമിലെ സ്ഥാനവും കൈമോശം വന്നത്. T20 ലോകകപ്പ് ഫൈനലിൽ ആ കണക്കും സഞ്ജു തീർത്തു. 109 കിലോമീറ്ററിനടുത്ത് വേഗതയുണ്ടായിരുന്ന ലോക്കിയുടെ പന്തുകൾ 4 പാടും പായിക്കപ്പെട്ടു. മുഹമ്മദ് അലി ജോ ബഗ്നർക്ക് സമ്മാനിച്ച പോലെയുള്ള സോളിഡായ പ്രഹരങ്ങൾ. ഇന്ത്യക്കാരുടെ നെഞ്ചകം തകർക്കുന്നതിന് വേണ്ടിയെത്തിയ സാന്നർ ഇപ്പോൾ നിശബ്ദനാണ്. തകർന്നത് അയാളുടെ ഹൃദയമാണ്. ഒന്ന് കണ്ണടച്ചാൽ സാന്നർക്ക് അത് വീണ്ടും കേൾക്കാം. സഞ്ജുവിൻ്റെ സ്ക്വയർ കട്ട് സൃഷ്ടിച്ച സ്വരം സിത്താറിൽ നിന്ന് പൊഴിഞ്ഞ സംഗീതം പോലെ സുന്ദരം.